തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ ഞാൻ പറയുന്നു. 2025 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ഭർത്താവ് കുവൈറ്റ് എന്ന സ്ഥലത്ത് അദാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് BP ഷൂട്ടപ്പായിട്ട് തലയിലെ ഞരമ്പ് പൊട്ടിപ്പോയി, വെന്റിലേറ്ററിലായി. എനിക്കിതൊന്നും വിവരമൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ഞങ്ങളുടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു കസിൻ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു, കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കസിൻ ആൻറ്റി കൃപാസന ഉടമ്പടി ആളായിരുന്നു. എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിൻ്റെ അടുത്ത് ചെന്ന് അമ്മയുടെ ലോക്കറ്റും വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം വെച്ച് ബിനുവിനെ കൃപാസന അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് നേർന്നു. അവിടുന്ന് ഒരു ഫോട്ടോ അയച്ച് എനിക്കിട്ട് തന്നു. എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നീ ജോസഫച്ചനെ കാണണമെന്ന് പറഞ്ഞു. ഞാനിവിടെ 17-ാം തീയതി രാവിലെ 4 മണിയായപ്പോൾ ഇവിടെ വന്നു. എനിക്ക് ടോക്കൺ നമ്പർ 15 കിട്ടി. ഞാൻ ഉടമ്പടി എടുത്തു. ഉച്ച കഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ അച്ഛനെ ഞാൻ കൊടുത്തു. അച്ഛൻ സൈത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അടുത്തും ഉത്തിതനായ ഈശോയുടെ അടുത്തും എൻ്റെ ഭർത്താവിനെ വെച്ച് പ്രാർത്ഥിച്ചു. ഫോട്ടോ തിരിച്ചു തന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുവൈറ്റിലാണ്, എനിക്ക് കാണാൻ പറ്റത്തില്ല, കൂട്ടുകാരും എൻ്റെ കസിൻസും ഒക്കെ ഉള്ളൂ. അച്ഛൻ ഒന്നുകൂടെ മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് കുമരകമായപ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണനക്കി എന്നുള്ളൊരു സന്തോഷ വാർത്ത എനിക്ക് അനുഭവിക്കാൻ പറ്റി. പിന്നെ BP പിന്നെയും ഷൂട്ടപ്പായി, ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലീഡിങ് ആകുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജിൽ സെഡേഷൻ ആകുന്നു, പിന്നെയും ഷൂട്ടപ്പ് ആകുന്നു. പിന്നെയും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മയുടെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നാട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൃപാസന പത്രം 2 കെട്ട് പത്രം എനിക്ക് അന്നിവിടെ കിട്ടി. ഞാൻ ഓരോ വീടുകൾ തോറും കൊടുത്തു. പിന്നെ പാവപ്പെട്ടവരെ പോയി കണ്ടു, രോഗികളെ സന്ദർശിച്ചു, ഉടമ്പടി തൈലം വെച്ച് ഞാൻ അനേകം രോഗികളെ കണ്ട് അവർക്ക് രോഗം ഭേദമായി. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ പൊതിച്ചോറ് കെട്ടിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാർച്ച് 1-ാം തീയതി നമുക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടി. 1, 2, 3 നല്ല റിപ്പോർട്ട്. ശനി, ഞായർ, തിങ്കൾ വെന്റിലേറ്റർ സീപ്പാപ്പാക്കി, സെഡേഷൻ എല്ലാം നിർത്തി. ബിനു കണ്ണു തുറന്നു, മൂളി എന്നൊക്കെ എനിക്ക് ഒരു സന്തോഷ വാർത്ത എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. പിന്നെ 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ജോസഫച്ചൻ്റെ കൃപാസന ആരാധനയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം കുവൈറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ബിനുവിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണ്, ലിജി പ്രാർത്ഥനയോടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. അതിനു മുമ്പ് ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ ട്രെക്കോസ്റ്റമി ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടയിൽ നിന്ന് രാത്രി 12 മണി 3 മണി മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഇനി എൻ്റെ ഭർത്താവിനെ കത്തിവെക്കല്ല്, എൻ്റെ അമ്മ മാതാവ് ജീവനോടെ എനിക്ക് കൊണ്ടുതരണം, എൻ്റെ ജീവിത പങ്കാളിയാ, ഞങ്ങൾക്ക് വേറൊരു ജീവിത മാർഗമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പനായിട്ടും എനിക്ക് നാഥനുമായിട്ട് എൻ്റെ കുടുംബത്തിന് നാഥനായിട്ട് എൻ്റെ ഭർത്താവ് എങ്ങനെ പോയോ അങ്ങനെ ഇവിടെ വരണം. എൻ്റെ മാതാവിന് തന്ന മകനാണ്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. വെന്റിലേറ്ററിൽ നല്ല മിടുക്കനായിട്ട് മാറി. ട്രെക്കോസ്റ്റമി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. സ്വന്തം ആരാധന സമയത്ത് അച്ഛൻ്റെ ആരാധന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. നല്ല റിപ്പോർട്ട് വന്നു. ഞങ്ങളെ എല്ലാ ട്യൂബുകളെല്ലാം അഴിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കസിൻ ആൻറ്റി അവിടെ ചെന്നിട്ട് ചോദിച്ചു, ബിനു ഇതാരാണെന്ന് ചോദിച്ചു. എൻ്റെ വൈഫ് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അന്ന് തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. 1 മാസം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ കൊണ്ടുവരാനായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത് വീൽ ചെയറിലാണ് വന്നത്. പിന്നെ ഞങ്ങൾ വൈക്കത്ത് ഇൻഡോ അമേരിക്കൽ ആശുപത്രിയിലോട്ട് കാണിച്ചു. അവിടെ ഏതൊരു ടെസ്റ്റ് ചെയ്തിട്ടും കൃപാസന അമ്മയുടെ ഉപ്പും തൈലും ലോക്കറ്റും ഒക്കെ ഇട്ടാണ് ഞാൻ എല്ലാ ടെസ്റ്റിനും കയറ്റിവിടുന്നത്. ഒരു റിപ്പോർട്ടും മോശമായ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ല. വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ മരുന്ന് നിർത്തണ്ട, 6 മാസം കഴിക്കണമെന്ന് പറഞ്ഞു. ഈ മാസം 14-ാം തീയതി ആകുമ്പം 6 മാസമാകും ഈ ഒരു സ്ട്രോക്ക് വന്നിട്ട്. എൻ്റെ ഭർത്താവിന് വലത്തെ കാലിനൊരു വലിച്ചിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ മാതാവും മാറ്റിത്തന്നു. ഫിസിയോതെറാപ്പി ചെയ്തു. ഇപ്പം പരിപൂർണമായിട്ട് മാറി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ജീവിത മാർഗം മാത്രമേ ഉള്ളായിരുന്നു. അവർ CBSEയിലാണ് പഠിക്കുന്നത്. അവിടെ ഫീസൊക്കെ ഒത്തിരിയാണ്. അവരെ അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. സാമ്പത്തികപരമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്.
ഞങ്ങൾക്ക് ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവമാതാവ് ഞാൻ അറിയാത്ത വഴികൾ ദൂതന്മാരെ ഇറക്കി ഞങ്ങളെ സഹായിച്ചു. ഇന്ന് വരെയും ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു വിഷയത്തിനും ദൈവം ഇന്ന് വരെയും ഈശോയും അമ്മയും ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടില്ല. ഉടമ്പടി ജീവിതം ആത്മീയമായി വളരാൻ പറ്റിയത് എനിക്ക് കൂടുതലും വചനം പറയുവാനും ബൈബിള് വായിക്കുവാനും അമ്മ മാതാവിൻ്റെ കൊന്ത വെളുപ്പിന് 3 മണിക്ക് മുട്ടയിൽ നിന്ന് ചൊല്ലുവാനും അച്ഛൻ്റെ 5:30 ഡെയിലി ബ്രെഡ് കാണുവാനും എല്ലാം എൻ്റെ മാതാവിനെ ഇടയാക്കി. കാരുണ്യ പ്രവർത്തികൾ പത്രം മേടിച്ച് എൻ്റെ നിവർത്തിയുടെ അനുസരിച്ച് 2 കെട്ട് പത്രമേ ഞാൻ ആദ്യം മേടിച്ചുള്ളൂ. പിന്നെ എനിക്കത് തികയാതെ വന്നു. ഞങ്ങൾക്ക് പത്രമില്ലേന്ന് ചോദിച്ച ആൾക്കാർ വന്നു. പിന്നെ ഞാനിവിടെ വന്ന് 3 കെട്ട് പത്രം കൂടെ മേടിച്ചു. എല്ലാ മാസവും ഞാനിവിടെ വന്ന് 5 കെട്ട് പത്രം മേടിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രികൾ തോറും കടകൾ തോറും പള്ളികൾ തോറും എല്ലാം കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് കെട്ടി വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ട മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുന്നുണ്ട്. ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു.